മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക്കുകളിലൊന്നാണ് മണിച്ചിത്രത്താഴ് എന്നതിൽ സംശയമില്ല. റിലീസ് ചെയ്തപ്പോഴും ആ സിനിമ ഹിറ്റായി. ഒരുപക്ഷെ അതിൻ്റെ പഴയ ഭാവപ്പകർച്ച തന്നെയായിരിക്കും ഏറ്റവും മികച്ചത്. ഈ കഥകളൊക്കെ നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയും, ആ മാടമ്പിള്ളി തറവാടിനെ കുറിച്ചും കാരണവരെ, അതായത് ശങ്കരൻ തമ്പിയെ ചതിച്ച നാഗവല്ലിയെക്കുറിച്ചും. ഗംഗയും നകുലനും രാത്രിയിൽ വന്നു കയറിയ ഭാർഗവി നിലയം പോലുള്ള ആ വീട് ഓർമ്മയില്ലേ? നാഗവല്ലിയെ തളച്ച മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയ മുറിയും മാന്തോപ്പിലേക്ക് തുറക്കുന്ന തെക്കിനിയുമെല്ലാമുള്ള ആ വീട് മലയാളികൾ എങ്ങനെ മറക്കുമല്ലേ? മധുമുട്ടവും ഫാസിലും ചേർന്ന് അണിയിച്ചൊരുക്കി ശോഭനയും മോഹൻലാലും സുരേഷ് ഗോപിയും KPSC ലളിതയും ഇന്നസെന്റുമെല്ലാം തകർത്തഭിനയിച്ച മണിച്ചിത്രത്താഴ് എന്ന സൈക്കോ ത്രില്ലർ സിനിമ മലയാളിയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് തന്നെ പറയാം. സിനിമയ്ക്കും കഥാപാത്രങ്ങൾക്കുമൊപ്പം മാടമ്പിള്ളി മനയായി മേക്കപ്പില്ലാതെ അഭിനയിച്ച ഹിൽ പാലസ് കൂടി മലയാളികളുടെ മനസ്സിലേക്ക് കടന്നുകയറി സിംഹാസനം ഉറപ്പിച്ചിരുന്നു. സിനിമയിൽ കാണിക്കുന്നത് തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസ് ആണെങ്കിലും ശരിക്കുമുള്ള മാടമ്പി മനയുള്ളത് അങ്ങ് ആലപ്പുഴയിലാണ് കേട്ടോ. നാഗവല്ലിയുടെയും കാരണവരുടെയും കഥ ഉടലെടുത്ത ആ തറവാടാണ് ആലപ്പുഴ ജില്ലയിൽ നങ്ങ്യാർകുളങ്ങര നിന്നും മാവേലിക്കരയിലേക്ക് പോകുമ്പോൾ മുട്ടത്തുള്ള ആലമ്മൂട്ടിൽ മേട. മണിച്ചിത്രത്താഴിന്റെ കഥ എഴുതിയ മധു മുട്ടത്തിന്റെ സ്വന്തം തറവാട്. ചരിത്രവും അന്ധവിശ്വാസങ്ങളുമെല്ലാം ഇടകലർന്ന് രാത്രികളിൽ ഇരുളിന് കൂടുതൽ കറുപ്പ് പകരുന്ന കഥകൾ ഉറങ്ങുന്ന ആലമ്മൂട്ടിൽ തറവാട്ടിലേക്ക് കേട്ടറിഞ്ഞെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം ഇപ്പോൾ കൂടുകയാണ്. അങ്ങേയറ്റം പ്രതാപത്തോടെ വാണ ഒരു ജന്മി തറവാടായിരുന്നു ആലമ്മൂട്ടിൽ മേട. അതിസമ്പന്നരായിരുന്നു ഇവിടുത്തെ കാരണവന്മാർ. അയിത്തം നിലനിന്നിരുന്ന രാജഭരണകാലത്ത് ഈഴവ സമുദായത്തിൽപ്പെട്ട ഈ കുടുംബത്തിന് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ചാന്നാൻ സ്ഥാനം നൽകി ആദരിച്ചിരുന്നു. രാജാവിനേക്കാൾ സമ്പത്ത് ഇവർക്കുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അന്നത്തെ കാലത്ത് 10,000 രൂപയും 10 പറ നെല്ലും കരം നൽകിയിരുന്ന തറവാട്ടിൽ അന്നത്തെ അത്യാഡംബരങ്ങളിലൊന്നായിരുന്ന കാർ പോലും ഉണ്ടായിരുന്നു. രാജാവിന് പോലും പിന്നീടാണ് കാർ ലഭിച്ചത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. തറവാട്ടിലെത്തുന്നത് എത്ര പേരായാലും ഏതു സമയത്തും ഭക്ഷണം നൽകാവുന്നത്ര സമൃദ്ധമായിരുന്നു ഇവിടുത്തെ അടുക്കളയും ഊട്ടുപുരയും. മേടയിൽ പുരുഷന്മാരും 8 കെട്ടിൽ സ്ത്രീകളും താമസിച്ചു. ജോലിക്കാർക്ക് താമസിക്കാനായി പ്രത്യേകമായി സൗകര്യവും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന 2 കൂറ്റൻ മാവുകൾക്കിടയിലാണ് ഈ തറവാട്. കേരളത്തിന്റെ തനതായ വാസ്തുവിദ്യയാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത്. കയറി ചെല്ലുമ്പോൾ തന്നെ 8 കെട്ടും ധാന്യപ്പുരയും കാണാം. അതിമനോഹരമായ കൊത്തുപണികളോടുകൂടിയ മേൽക്കൂരയും മുഖമണ്ഡപവും വശങ്ങളിലായി നിലവറയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള രഹസ്യ വഴിയും ഒക്കെയുണ്ട്. മധുമുട്ടത്തിനെ കൂടാതെ വേറെയും നിരവധി പ്രശസ്തർ ഈ തറവാട്ടിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാനിയായ TK മാധവൻ, AP ഉദയഭാനു എന്നിവർ ആലമ്മൂട്ടിൽ കുടുംബാംഗങ്ങളാണ്. ശ്രീനാരായണ ഗുരു പല പ്രാവശ്യം ഇവിടെ താമസിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. ആലപ്പുഴ ഹരിപ്പാട് മുട്ടം എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന കൊച്ചുകുഞ്ഞ് എന്ന ആളായിരുന്നു യഥാർത്ഥത്തിൽ മണിച്ചിത്രത്താഴിൽ നമ്മൾ കണ്ട ആ കാരണവർ. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ കുടുംബമായിരുന്നു അവരുടേത്. അങ്ങനെയെങ്കിൽ തെക്കിനിയിൽ ആഹരി രാഗത്തിൽ പാടി ചിലങ്ക കെട്ടി നൃത്തമാടുന്ന നാഗവല്ലിയുടെ ആത്മാവ് ശരിക്കും ഉള്ളതായിരുന്നു. അത് പറയുന്നതിന് മുന്നേ എങ്ങനെ ഈ തറവാട് ഉണ്ടായെന്നും അവർ എങ്ങനെ ഇത്രയും സമ്പത്ത് ആർജിച്ചതെന്നും പറയേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് ഒരു 15-ാം നൂറ്റാണ്ടിൽ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പ്രദേശത്ത് 2 യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. അന്നത്തെ കേരളം എന്നാൽ 3 നാട്ടുരാജ്യങ്ങളായിരുന്നല്ലോ. അതുമാത്രമല്ല ജാതി വ്യവസ്ഥ കൊടികുത്തി വാണിരുന്ന കാലവുമായിരുന്നു. അന്നത്തെ ജാതി വ്യവസ്ഥയിൽ കീഴ്ജാതിയിൽപ്പെട്ട 2 യോദ്ധാക്കളുടെ പയറ്റ തിരുവിതാംകൂർ മുഴുവൻ പ്രസിദ്ധമായിരുന്നു. അങ്ങനെയിരിക്കെ തിരുവിതാംകൂർ രാജാവിന് ഇവരുടെ പയറ്റ് നേരിട്ട് കാണണം എന്ന ആഗ്രഹമുണ്ടായി. അദ്ദേഹം കുറച്ച് ഭടന്മാരെ ആലപ്പുഴയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുന്നതിനായി അയച്ചു. എന്നാൽ ഈ ഭടന്മാരുടെ പെരുമാറ്റം വളരെ മോശം രീതിയിലായിരുന്നതുകൊണ്ട് രാജാവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് യോദ്ധാക്കൾക്ക് മനസ്സിലായില്ല എന്ന് മാത്രമല്ല, അവർ അതിന് വിപരീതമായി ചിന്തിക്കുകയും ചെയ്തു. കാരണം അന്നത്തെ കാലത്ത് കീഴ്ജാതിയിൽപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും വിധിയിൽ കഴിവ് തെളിയിച്ചാൽ മേൽജാതിയിൽപ്പെട്ടവർ അവരെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുമായിരുന്നു.
ഇങ്ങനെ തങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകാൻ വന്ന ഭടന്മാരാണെന്ന് കരുതി ആ യോദ്ധാക്കൾ അവരെ മുഴുവൻ പടവെട്ടി വകവരുത്തി. എന്നിട്ട് അവർ പരസ്പരം യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ചു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അന്നത്തെ ഒരു സമ്പ്രദായമാണ്. യോദ്ധാക്കൾക്ക് മുന്നിൽ മരണം മാത്രമേ രക്ഷയുള്ളൂ എന്ന് വന്നാൽ അവർ പിടികൊടുക്കില്ല, പരസ്പരം പോരാടി വീരമൃത്യു വരിക്കും. ഇവിടെ തെറ്റിദ്ധാരണയുടെ പുറത്താണെങ്കിലും അവർക്കും അതേ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കാര്യത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയ ഇവരുടെ ഒരേ ഒരു സഹോദരി രാജാവിന്റെ അടുത്തെത്തി കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധിപ്പിച്ചു. ഇതെല്ലാം അറിഞ്ഞ രാജാവിന് ഏറെ വിഷമമുണ്ടായി. ഇതിനൊരു പ്രായശ്ചിത്തം എന്ന നിലയിൽ രാജാവ് അവരുടെ സഹോദരിക്കും കുടുംബത്തിനും ഒരുപാട് ധനവും നിലവും മറ്റ് സമ്പാദ്യങ്ങളുമൊക്കെ നൽകുകയുണ്ടായി. ആ തറവാടാണ് ആലംമുട്ടിൽ മന അഥവാ മണിച്ചിത്രത്താഴിലെ മാടമ്പള്ളി കൊട്ടാരം. വർഷങ്ങൾക്ക് ശേഷം 19-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ നാരായണിയമ്മ എന്ന സ്ത്രീ ഈ മനയുടെ കാരണവർ സ്ഥാനത്ത് ഇരിക്കുമ്പോഴാണ് നാഗവല്ലിയുടെ സംഭവങ്ങൾ നടക്കുന്നത്. ഈ നാരായണിയമ്മ ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയായിരുന്നു. അവർ ഒറ്റയ്ക്കായിരുന്നു തറവാടിനെ മേൽനോട്ടവും മറ്റു വ്യാപാരങ്ങളും എല്ലാം നോക്കി നടത്തിയിരുന്നത്. എന്നാൽ അവർക്ക് പ്രായമായപ്പോൾ ഇതൊക്കെ ഒറ്റയ്ക്ക് നോക്കി നടത്താൻ പ്രയാസമായി. അങ്ങനെയാണ് അവർ തൻ്റെ അർദ്ധ സഹോദരനായിരുന്ന കൊച്ചുകുഞ്ഞിനെ തറവാടിൻ്റെ മേൽനോട്ടത്തിനായി വിളിച്ചത്. ഈ കൊച്ചുകുഞ്ഞായിരുന്നു സിനിമയിൽ നമ്മൾ കണ്ട ശങ്കരൻ തമ്പി എന്ന ക്രൂരനായ കാരണവർ. എന്നാൽ അതൊക്കെ സിനിമയിൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ കൊച്ചുകുഞ്ഞ് വളരെ നല്ല മനുഷ്യനും അതുപോലെ തന്നെ കാര്യപ്രാപ്തിയുള്ള വ്യക്തിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വരവിന് ശേഷം ഈ കുടുംബത്തിൻ്റെ പ്രശസ്തിയും സമ്പത്തും 10ഉം 100ഉം ഇരട്ടിയായി വർദ്ധിച്ചു. അങ്ങനെ കേരളത്തിലെ ഏറ്റവും സമ്പത്തുള്ള കുടുംബമായി ഇവർ മാറി. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കണ്ട അന്നത്തെ തിരുവിതാംകൂർ രാജാവ് അദ്ദേഹത്തിന് ചാന്നാർ സ്ഥാനം നൽകി ആദരിക്കുക വരെയുണ്ടായി. അങ്ങനെ അദ്ദേഹം കൊച്ചുകുഞ്ഞ് ചാന്നാറായി. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ 2 പേർക്ക് മാത്രമേ കാർ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് രാജാവിനും പിന്നെ ചാന്നാർക്കും. അതും ആദ്യം വാങ്ങിയതും അത് ഓടിക്കാൻ വേണ്ടി വഴിവെട്ടിയതും ഈ ചാന്നാർ തന്നെ. അങ്ങനെ പതിയെ പതിയെ ഈ കുടുംബം ചാന്നാറിൻ്റെ കുടുംബം എന്ന് അറിയപ്പെടാൻ തുടങ്ങി. എന്നാൽ നാരായണി അമ്മയ്ക്കും മക്കൾക്കും അത് ഇഷ്ടമായില്ല. നാരായണിയമ്മ ചാന്നാറിനെ കൊണ്ടുവന്നതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ടായിരുന്നു. അന്ന് മരുമക്കത്തായ സമ്പ്രദായം നിലനിന്നിരുന്നതിനാൽ തൻ്റെ സ്വത്തുക്കൾ തൻ്റെ മക്കൾക്ക് തന്നെ ലഭിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ചാന്നാറിനെ തന്നെ സ്വത്തിൻ്റെ മേൽനോട്ടം അവർ ഏൽപ്പിച്ചത്. എന്നാൽ പതിയെ പതിയെ കാര്യങ്ങൾ അവരുടെ കൈവിട്ടു പോകാൻ തുടങ്ങിയിരുന്നു. കാരണം ഈ പ്രശസ്തി വർദ്ധിക്കുക മാത്രമല്ല, കൊച്ചുകുഞ്ഞ് ചാന്നാറിനെ രാജാവ് പ്രജാസഭയിലെ അംഗം കൂടിയാക്കിയിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ MLA ഒക്കെ പോലെ. ചാന്നാറിൻ്റെ ഒരു പ്രധാന വിനോദമായിരുന്നു കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ വേദി നൽകുക എന്നത്. അതിനായി ആലമൂട്ടിൽ മേടയുടെ ഒരു ഭാഗം തന്നെ അദ്ദേഹം ഒഴിച്ചിട്ടിരുന്നു. ആ ഭാഗത്തിൻ്റെ പേരാണ് ചിത്രശാല, അതായത് നമ്മുടെ സിനിമയിലെ തെക്കിരി. ഈ ചിത്രശാലയിൽ ഒരുപാട് കലാകാരന്മാർ വന്ന് താമസിച്ച നൃത്തവും സംഗീതവും എല്ലാം അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് കാണാനും ധാരാളം ആളുകൾ വരുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം തഞ്ചാവൂരിൽ ഒരു നൃത്തം കാണാൻ പോവുകയുണ്ടായി. അവിടെ വെച്ച് അദ്ദേഹം കണ്ടെത്തിയ നർത്തകിയായിരുന്നു നാഗവല്ലി. അവരുടെ കഴിവുകൾ കണ്ട അദ്ദേഹം അവരെ ആലമൂട്ടിൽ മേടയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരികയും തുടർന്ന് അവർ അവിടെ താമസിച്ച് നൃത്തം ചെയ്യുകയുമായിരുന്നു. അത് കാണാനും സമ്മാനം നൽകാനും ധാരാളം ആളുകൾ അവിടേക്ക് വരികയും ചെയ്യുമായിരുന്നു. കാരണം അത്രത്തോളം കഴിവുണ്ടായിരുന്നു അവർക്ക്. ചാന്നാർക്കും വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ സിനിമയിൽ കാണിച്ചതുപോലെ ഒരു മോശം രീതിയിലുള്ള താല്പര്യം അല്ലായിരുന്നു അദ്ദേഹത്തിന്. മറിച്ച് നാഗവല്ലിയുടെ കഴിവ് കണ്ടിട്ടുള്ള ഒരു ആരാധനയായിരുന്നു. പക്ഷേ അതുവരെ ദാരിദ്ര്യത്തിൽ ജീവിച്ച നാഗവല്ലിയുടെ ചിന്ത മറ്റൊരു രീതിയിലായിരുന്നു. അവർ ചാന്നാറിനോട് വിവാഹാഭ്യർത്ഥന നടത്തുകയുണ്ടായി. ചാന്നാറിന് നിലവിൽ 3 ഭാര്യമാരുണ്ടായിരുന്നു. അദ്ദേഹം അവരെ തൻ്റെ 4ാമത്തെ ഭാര്യയായി സ്വീകരിച്ചു. ഇതൊക്കെ കണ്ടിട്ടും നാരായണിയമ്മ ശാന്തമായി ഇരിക്കുകയാണ് ഉണ്ടായത്. കാരണം മരുമക്കത്തായം ഉള്ളതുകൊണ്ട് ചാന്നാർ എത്ര വിവാഹം കഴിച്ചാലും സ്വത്ത് മുഴുവൻ തൻ്റെ മക്കൾക്ക് തന്നെ ലഭിക്കും. എന്നാൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു. ചാന്നാർ വിപ്ലവകരമായ ഒരു തീരുമാനമെന്ന് എടുക്കുകയുണ്ടായി. തൻ്റെ കാലശേഷം എല്ലാ ഭൂരിപക്ഷം സ്വത്തുക്കളുടെയും അവകാശം നാഗവല്ലിയിൽ തനിക്ക് ജനിക്കുന്ന മക്കളുടെ പേരിൽ ആയിരിക്കുമെന്നതായിരുന്നു അത്. ഇതിൽ ദേഷ്യം പൂണ്ട നാരായണിയമ്മയുടെ മക്കൾ ചാന്നാറിനെ വകവരുത്താൻ വരെ തീരുമാനിച്ചു. പക്ഷേ അവർക്ക് അതിന് കഴിയുമായിരുന്നില്ല. കാരണം ചാന്നാർ അത്രയ്ക്ക് കൂർമ്മ ബുദ്ധിയുള്ള ആളായിരുന്നു.
അതിനു മുൻപും പല രീതിയിലുള്ള ആക്രമണങ്ങളും പുറത്തുനിന്ന് അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയിരിക്കെ പെട്ടെന്ന് ഒരു ദിവസം ചാന്നാർ ചിത്രശാലയിൽ മരിച്ചു കിടക്കുന്നതാണ് എല്ലാവരും കാണുന്നത്. മരിച്ചത് ഒരു സാധാരണ ആളല്ലല്ലോ, രാജാവിന് തന്നെ വേണ്ടപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തി. രാജാവ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ഒടുവിൽ ചാന്നാറിന്റെ മരുമക്കളിൽ ഒരാളായ ശേഖരന്റെ മേൽ കുറ്റം ആരോപിക്കപ്പെടുകയും അയാളെ തൂക്കിലേറ്റുകയുമുണ്ടായി. എന്നാൽ അവസാന നിമിഷം വരെ അയാൾ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു തനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന്. ഇതിൽ സംശയം തോന്നിയ ആളുകൾ വീണ്ടും അന്വേഷണങ്ങൾ നടത്തി. അതിൽ ചുരുളഴിഞ്ഞത് വലിയ ഒരു ചതിയുടെ കഥയാണ്. നാഗവല്ലിയെ ചിത്രശാലയിൽ കൊണ്ടുവന്ന് താമസിച്ചതുപോലെ ചാന്നാർ ഒരു നർത്തകനെയും അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ പേരാണ് രാമനാഥൻ. ചാന്നാറിന് നാഗവല്ലിയോട് കടുത്ത ആരാധനയും സ്നേഹവും ഉണ്ടായിരുന്നുവെങ്കിലും നാഗവല്ലി സ്നേഹിച്ചത് രാമനാഥനെയായിരുന്നു, കൂടാതെ ചാന്നാറിന്റെ സ്വത്തിനെയും. ഒരു ദിവസം രാമനാഥനെയും നാഗവല്ലിയെയും ചിത്രശാലയിൽ വെച്ച ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചാന്നാർ കാണുകയും താൻ ചതിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഒരുപാട് കരഞ്ഞപേക്ഷിച്ചിട്ടും ചാന്നാർ വഴങ്ങുന്നില്ല എന്ന് കണ്ട നാഗവല്ലി അവിടെ നിന്നും ഒരു വാളെടുത്ത് രാമനാഥന് നൽകുകയും രാമനാഥൻ ചാന്നാറിന്റെ ജീവൻ എടുക്കുകയുമാണ് ഉണ്ടായത്. ഇതായിരുന്നു യഥാർത്ഥത്തിലുണ്ടായ സംഭവം. ഈ സംഭവത്തെ മധുമുട്ടം എന്ന തിരക്കഥാകൃത്ത് അല്പം മാറ്റങ്ങളോടെ അവതരിപ്പിച്ചപ്പോൾ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിൽ ഒന്ന് പിറക്കുകയായിരുന്നു.